ധ്യാനാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടവകയിൽ വലിയ മാറ്റങ്ങൾ, ചലനങ്ങൾ ഇതുവഴിയായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്നും സാധിക്കുമെന്നുള്ളതും വളരെ സന്തോഷത്തോടെ അനുസ്മരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഇടവക എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹമാണ്, സ്നേഹിക്കുന്നവരുടെ ഒരു സമൂഹമാണ്, പങ്കുവയ്ക്കുന്നവരുടെ ഒരു സമൂഹമാണ്, സാക്ഷ്യം വഹിക്കുന്നവരുടെ ഒരു സമൂഹമാണ്. അപ്രകാരമുള്ള ഒരു ആദർശ സമൂഹമായിട്ട് വിശ്വസിക്കുന്നവരുടെയും സ്നേഹിക്കുന്നവരുടെയും പങ്കുവയ്ക്കുന്നവരുടെയും സാക്ഷ്യം വഹിക്കുന്നവരുടെ ഒരു സമൂഹമായിട്ട് ഞങ്ങളുടെ ഇടവകയെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാർ ചെയ്ത എല്ലാ പരിശ്രമങ്ങൾക്കും ഇടവകയുടെ പേരിൽ വികാരി എന്നുള്ള നിലയിൽ പ്രത്യേകമായിട്ട് നന്ദിയും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും അറിയിക്കുകയാണ്. എൻ്റെ പേര് തോമസ് തരകൻ. ഞാൻ ഈ നിത്യസഹായ മാതാപള്ളി ഇടവകയിലെ ഒരു കുടുംബാംഗമാണ്. ഈ ഇടവകയിൽ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുവാൻ ഈ ജൂബിലി നിറവിൽ നിൽക്കുന്ന ഈ നിത്യസഹായ മാതാപള്ളിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഇടവകയിൽ 20 യൂണിറ്റുകളായി ആണ് ഉള്ളത്. ആ 20 യൂണിറ്റിൽ നിന്ന് 16 മുതൽ 20 വരെയുള്ള യൂണിറ്റുകളെ തിരിച്ച് 5 യൂണിറ്റുകൾ ഒരുമിച്ച് ഒരു മേഖലയാക്കി തിരിക്കുകയും ആ മേഖലയിലെ കർമ്മലമാത എന്ന് പറയുന്ന മേഖലയുടെ കൺവീനറായി പ്രവർത്തിക്കുവാൻ കിട്ടിയ അവസരം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ഈ ധ്യാനത്തിലൂടെ വളരെയധികം ആൾക്കാർ വിശുദ്ധിയിലേക്ക് വരുവാനും അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ പറ്റാതെ മടി പിടിച്ചിരുന്നവർ കുമ്പസാരിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തതിനാൽ വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഈ വിൻസെൻസൻ സഭ അച്ഛന്മാരെയും ഞങ്ങൾക്ക് ധ്യാനിപ്പിക്കുവാൻ വന്ന ജോസഫിനെയും പോളസിനെയും വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ധാരാളം ദൈവാനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ നാടിനും ഈ പ്രദേശത്തിനും ഇടവയ്ക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. തമ്പുരാന് നമുക്ക് നന്ദി പറയാം. പടിഞ്ഞാറ് ചാലക്കുടി നിത്യസഹായ മാതാ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ജൂബിലിയുടെ നിറവിലാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മാളിയേക്കലച്ഛ, പ്രിയമുള്ള കൊച്ചച്ഛൻ നവീൻ ഊക്കനച്ഛ, പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട വർഗീസച്ഛ, കോട്ട വിൻസെന്റിൻ ആശ്രമത്തിന്റെ സുപ്പീരിയർ സ്നേഹബഹുമാനപ്പെട്ട തയ്യിലച്ഛ, സ്നേഹമുള്ള സഹോദര വൈദിക സുഹൃത്തുക്കളെ, പ്രിയമുള്ള സമർപ്പിതരെ, ഏറ്റവും സ്നേഹമുള്ള കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങളെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ കൺവീനർ, മറ്റ് കമ്മിറ്റി അംഗങ്ങള്, മേഖലാ കൺവീനേഴ്സ്, പ്രതിനിധി യോഗാംഗങ്ങള്, മതാധ്യാപകര്, കുടുംബസമ്മേളന ഭാരവാഹികള്, സംഘടനാ ഭാരവാഹികള്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, മദർ തെരേസ തന്റെ ശുശ്രൂഷയുടെ നാളുകളിൽ ഓർമ്മിപ്പിച്ചിരുന്നു, when I wash a leopard's wound, I feel that I am nursing Jesus Christ. ഞാനൊരു കുഷ്ഠരോഗിയുടെ വ്രണത്തെ കഴുകുമ്പോഴ്, മരുന്ന് വെച്ച് കെട്ടുമ്പോഴ് യേശുവിനെ ശുശ്രൂഷിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പ്രിയമുള്ളവരെ, യേശുവിന്റെ മുഖം
അത് കരുണയുടെ മുഖമാണ്. ദൈവത്തിന്റെ മുഖം അത് കരുണയുടെ മുഖമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരുവന്റെയും മുഖം കരുണയുടെ മുഖമായിരിക്കണം. വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയോ അവരിനെ നിസ്സംഗതയോടുകൂടെ വീക്ഷിക്കുകയോ ചെയ്യാത്ത കരുണയുടെ സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. അങ്ങനെ ഒരു കരുണയുടെ സംസ്കാരം വളർത്തിയെടുക്കണമെങ്കിൽ അനുരഞ്ജിതരാകണം. വൈരാഗ്യവും ശത്രുതയും വിട്ടുപേക്ഷിക്കണം. ഹൃദയത്തില് നന്മ നിറയണം. ഭിന്നതയും ശത്രുതയും വൈരാഗ്യവും ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഹൃദയത്തില് നന്മയുണ്ടാകുകയില്ല. നന്മയുടെ ചൈതന്യം, കാരുണ്യത്തിന്റെ ചൈതന്യം ഹൃദയത്തിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മെ അതിന് പ്രേരിപ്പിച്ചു. അത് നമ്മുടെ ജീവിതങ്ങളിൽ എന്നും പ്രകടമാക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇടവകയുടെ ജൂബിലിക്കൊരുക്കമായിട്ട് നടത്തപ്പെടുന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം തുടർന്നുള്ള കാലങ്ങളിലെല്ലാം ഈ ആത്മീയത നിലനിർത്തുവാൻ, അങ്ങനെ ഈ ആത്മീയതയിൽ നിന്നും ഉടലെടുക്കുന്ന കാരുണ്യത്തിന്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന വികാരിയച്ഛനെയും അച്ഛനോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന മറ്റ് ടീം അംഗങ്ങളെയും കൊച്ചച്ഛനെയും മറ്റ് ഇടവകയിലെ എല്ലാ ഭാരവാഹികളെയും മനോഹരമായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന വിൻസെന്റ് വൈദികരെയും അഭിനന്ദിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. അതിന് തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കട്ടെ. അനുഗ്രഹങ്ങളുടെ ദാതാവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്ന ഇടവ സമൂഹത്തെ ആശീർവദിച്ച് ശക്തിപ്പെടുത്തണമേ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആത്മീയ നവീകരണത്തിനും ജീവിത വിശുദ്ധിക്കുമായിട്ട് ഇവർ നടത്തപ്പെട്ട ഈ വാർഷിക പോപ്പുലർ മിഷൻ ധ്യാനം ഇവരുടെ ജീവിതത്തിലുടനീളം ഇവരുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ദിശാബോധം നൽകുവാൻ സഹായിക്കട്ടെ. അങ്ങനെ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ വചനത്തിലും കൂദാശകളിലും അധിഷ്ഠിതമായിട്ടുള്ള ക്രിസ്തീയ ആത്മീയത ഇവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ. നാഥ, ആ ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ട് കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, അനുരഞ്ജനത്തിന്റെ വലിയൊരു സംസ്കാരം സമൂഹങ്ങളിലെല്ലാം പ്രകടമാക്കുവാൻ ഇവ പ്രവർത്തിക്കുന്ന എല്ലാ തലങ്ങളിലും ഇവരുടെ കുടുംബങ്ങളിലും പ്രകടമാക്കുവാൻ ഇടവരുത്തണമേ. അങ്ങനെ എല്ലാ മതസ്ഥരോടും എല്ലാ കക്ഷിരാഷ്ട്രീയത്തിൽപ്പെട്ടവരോടും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോടും സ്നേഹത്തോടും സഹിഷ്ണുതയോടും അനുകമ്പയോടും കൂടെ പെരുമാറുവാൻ വേണ്ട കൃപ പ്രദാനം ചെയ്യണമേ. ഈ നാടിനെയും ഇടവകയെയും ഈ പ്രദേശത്തെയും എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ധാരാളം വർഷിക്കണമേ. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വർഗീസ് അച്ഛന്റെ നേതൃത്വത്തിൽ എല്ലാ വൈദികരെയും അവരോടൊപ്പം പ്രവർത്തിച്ച ഡീക്കന്മാരെയും മറ്റ് സഹപ്രവർത്തകരെയും ഗായകരെയും അനുഗ്രഹിച്ച് പ്രേക്ഷിതരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇടവ സമൂഹത്തെയും ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ഇടവയിലെ കൈക്കാരന്മാരെയും കമ്മിറ്റി അംഗങ്ങളെയും വിവിധ കൺവീനേഴ്സിനെയും വിവിധ ഭാരവാഹികളെയും മതാധ്യാപകരെയും കുടുംബസമ്മേളന ഭാരവാഹികളെയും വിവിധ സംഘടനാ ഭാരവാഹികളെയും പാസ്റ്റർ കൗൺസിൽ തുടങ്ങിയിട്ടുള്ള ഇടവ പ്രതിനിധികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ അംഗങ്ങളെയും ദേവാലയ ശുശ്രൂഷ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ സമാധാനവും സ്നേഹവും എന്നും നിലനിൽക്കട്ടെ. ഈ ഇടവകയില് കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഏതെങ്കിലും തലങ്ങളില് ഭിന്നതയോ വൈരാഗ്യമോ ശത്രുതയോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിമുക്തി നേടുവാൻ ഇടവരുത്തണമേ. അമ്മേ മാതാവേ, ഇവർക്ക് ഓരോരുത്തർക്കും അനുഗ്രഹങ്ങൾ നൽകണമേ. സ്ഥലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും
സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നതിന്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപ ചെയ്യുന്നതിന്റെ കാരുണ്യവും കൃപയും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, ഇടവക നമ്മുടെ തറവാടാണ്, നമ്മുടെ ആത്മീയ പിതാവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സെബാസ്റ്റ്യൻ, അച്ഛനോടൊപ്പം ബഹുമാനപ്പെട്ട നവീനൂക്കനച്ഛൻ. പ്രിയമുള്ളവരെ, ഇവരോട് ചേർന്നുകൊണ്ട് നമ്മൾ പഠിച്ച സുന്ദരമായ ആ ഗാനം ഇടവക നമ്മുടെ തറവാടാണ് ബഹുമാനപ്പെട്ട ധ്യാന ഗുരുക്കന്മാരോട് ചേർന്നുകൊണ്ട് നൃത്തം ചെയ്ത് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിക്കുക. ഇടവക നമ്മുടെ തറവാട്, കരങ്ങൾ കൂട്ടായ്മ, ഇരുവശങ്ങളിലേക്കും തലമുറ തലമുറയായെന്നും നന്ദിയോടീശനെ വാഴ്ത്തിടാ. ഇടവക നമ്മുടെ തറവാട്, വലിയൊരു സ്നേഹ കൂട്ടായ്മ, തലമുറ തലമുറയായെന്നും നന്ദിയോടീശനെ വാഴ്ത്തിടാം. അജഗണമേ ഇടവകയൊന്ന ഇടയരുമാ സ്തുതി പാടാം. അജഗണമേ ഇടവകയൊന്നായി ഇടയനുമായി ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയനുമായി ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയനുമായി. ഞങ്ങളെല്ലാവരും സഹോദരി സഹോദരങ്ങളാണ്. ദേവാലയത്തോട് ഞങ്ങൾ ചേർന്ന് നിൽക്കും. ഒരു ബലിവേദിയിൽ അനുദിനവും തിരുവിടവും തിരുമേനിയതും. ഒരു ബലിവേദിയിൽ അനുദിനവും തിരുവിണവും തിരുമേനിയതും. ഭക്ഷണമായി തരും യേശുവിൽ നാം ഒരു ജനമാണെന്നോർത്തിടാം. ഒരു ജനമാണെന്നോർത്തിടാം. സ്തുതി പാടാം. അജഗണമേ ഇടവകയൊന്ന ഇടയനുമാ സ്തുതി പാടാം. അജഗണമേ ഇടവകയൊന്ന ഇടയനുമായി ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയനുമായി ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയനുമായി. ഇടവക വികാരിയത്തിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ ഗുരുക്കന്മാരോട് ചേർന്നുകൊണ്ട് വലിയ ആവേശത്തോടെ ഒന്ന് തുള്ളിച്ചാടി കളിച്ച് മുകളിലേക്ക് കരങ്ങളടിച്ചുകൊണ്ട് മുകളിലേക്ക് കരങ്ങളടിച്ചുകൊണ്ട് മുകളിലേക്ക് കരങ്ങളടിച്ചുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് ഒരു ദിനമങ്ങേ സന്നിധിയിൽ ദിവസങ്ങളിലെ സർവരും ഒന്നായി ചേർന്നിടാം. ഒരു ദിനമങ്ങേ സന്നിധിയിൽ സർവരും ഒന്നായി ചേർന്നിടാം. സകലേശാവിൻ കൃപ തൂകൂ, അതിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. സ്തുതി പാടാം. അജഗണമേ ഇടവകയൊന്ന ഇടയനുമായി സ്തുതി പാടാം. അജഗണമേ ഇടവകയൊന്ന ഇടയനുമായി ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ 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 ഇടയനുമായി.
നമ്മുടെ മധ്യത്തിലൂടെ ഈശോ നടന്നു വരുന്ന സമയം കരങ്ങൾ കൂപ്പുക. നിങ്ങളെ അനുഗ്രഹിക്കുന്ന, നിങ്ങൾ അറിയുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഈശോ ഇപ്പോൾ നിങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളുന്ന നിമിഷം ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സർവശക്തിയോടെ കർത്താവിനെ ആരാധിച്ച് ഗാനത്തോട് ചേർന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഗാനത്തോട് ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ശബ്ദമുയർത്തി ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. സർവശക്തിയോടെ കരങ്ങൾ നീട്ടിക്കൊണ്ട് ഈശോയെ വിളിക്കാം. കരങ്ങൾ ഈശോയുടെ നീട്ടിപ്പിടിക്കാം. ഈശോയെ വിളിക്കാം. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. കരങ്ങൾ വീശിക്കൊണ്ട്, കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. കരങ്ങളടിച്ച് രോഗം മാറും, ക്ഷീണം മാറും ആരാധനയിങ്കൽ. കരങ്ങൾ ഉയർത്തിയടിക്കാം. മുടയും തീക ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. അപ്പസ്തോലർ രാത്രികാലേ ആരാധിച്ചപ്പോൾ തങ്ങളെ പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. കരങ്ങൾ വീശിക്കൊണ്ട് മുറിവുകളാണേ മാനസമിളകി ദുഃഖം കെരുകുമ്പോൾ ആശ്വാസത്തിൽ തൈലം നൽകും നാഥനെ വാഴ്ത്തുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഓസ്തിരൂപനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഓസ്തിരൂപനേശുവിനെ ആരാധിക്കുന്നേ. വഴിയറിയാതെ വലയും നേരം പൊൻപ്രഭ തൂകുന്ന ദിവ്യവിളക്കാം ഈശോനാഥനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, കരങ്ങൾ ഉയർത്തിയടിക്കാം. ആരാധിക്കുന്നേ, ഓസ്തിരൂപനേശ്വരീനെ ആരാധിക്കുന്നേ. ജീവിതഭാരം പേറി വരഞ്ഞ് ആരും നിശബ്ദരായി നിൽക്കുന്നില്ല. ശിശുയോടെ കർത്താവിനെ വിളിച്ച് ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഓസ്തിരൂപനേശ്വരീനെ ആരാധിക്കുന്നേ. പൂർണ്ണാത്മാവാൽ പൂർണ്ണ മനസ്സാൽ ആരാധിക്കുന്നേ, പൂജിതപാദം പുൽകി തനയർ ആരാധിക്കും. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഓസ്തിരൂപനേശ്വരീനെ ആരാധിക്കുന്നേ. വചനം നൽകിയ സ്നേഹസ്വരൂപൻ ഈശോനാഥനെ നിർമ്മല മനവും ഹൃത്തും നൽകി ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഓസ്തിരൂപനേശ്വരീനെ ആരാധിക്കുന്നേ. സർവം നൽകി ജീവനുണർത്തിയ ഈശോനാഥനെ
ഹൃത്തിനുള്ളിൽ ആലയമേകി ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ മാറ്റി സൗഖ്യം നൽകിയ ഈശോനാഥനെ പാപം നീക്കിയ ഹൃദയം നൽകി ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ കരങ്ങൾ വീശിക്കൊണ്ട് ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ഓസ്തിരൂപനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുന്നേ. ഹല്ലേലൂയ 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 നീട്ടിക്കൊണ്ട് ഉയർന്ന ശബ്ദത്തിൽ സ്തുതിക്കാം. ഉയർന്ന ശബ്ദത്തിൽ സ്തുതിക്കാം. കർത്താവിനെ കരങ്ങൾ നീട്ടിക്കൊണ്ട് ഉയർന്ന ശബ്ദത്തിൽ സ്തുതിക്കാം. ഇതാ കർത്താവ് നമ്മെ ആശീർവദിക്കാൻ പോവുക. ഇതാ കർത്താവ് നമ്മെ ആശീർവദിക്കാൻ പോവുക. ശബ്ദമുയരട്ടെ. ഇതാ കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു. ശബ്ദമുയരട്ടെ. ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ആരാധന 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 യേശുവേ നന്ദി യേശുവേ നന്ദി ആരാധന ആരാധന ആരാധന. പ്രിയമുള്ളവരെ, കുരിശ് കരങ്ങളിലുള്ളവർ കുരിശ് സ്വൽപ്പം നിങ്ങളുടെ മുഖത്തിന് നേരെ എന്നവണ്ണം ഉയർത്തിപ്പിടിക്കുന്നു. യേശുവേ, ഇന്നു മുതൽ ഞങ്ങളുടെ യാത്ര അങ്ങയുടെ പിന്നാലെയാണ്. ഞങ്ങളുടെ തിന്മകളും ഞങ്ങളുടെ പാപത്തിന്റെ മേഖലകളും തഴക്കുദോഷങ്ങളും എല്ലാം ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. അങ്ങയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ എന്റെ ഈശോയെ ഞാൻ തീരുമാനമെടുക്കുന്നു. ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ മുൻപിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന കുരിശിലേക്ക് ഭക്തിയോടെ നമുക്ക് നോക്കാം. യേശുവിനെ നമുക്ക് ആ കുരിശിൽ കാണാം. യേശുവിനെ കണ്ടുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പാടി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവേ തീരുമാനം ചെയ്തുമേലെ പിന്നിലേക്ക് പോകും. കുരിശ് നെഞ്ചോടെന്ന വണ്ണം ചേർത്ത് വെക്കാം. യേശുവിന്റെ പിന്നാലെ ചെല്ലുവാൻ തീരുമാനമെടുക്കുന്നവരോട് യേശു സ്നേഹത്തോടെ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. എന്റെ ജീവിതത്തിലെ സഹനങ്ങളും ദുഃഖങ്ങളും ഏറ്റവും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനത്തോടെ കുരിശുകൾ നമുക്ക് ശിരസിന്റെ നേരെ പിടിക്കാം. എന്നിട്ട് ചേർന്ന് പാടാം. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുന്നിൽ ക്രൂശതും തീരുമാനം ചെയ്തു മേനിൽ പിന്നിലേക്കില്ലൽപ്പവും. കുരിശ് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കണ്ണുകൾ ഭക്തിയോടെ നമുക്ക് അടയ്ക്കാം. കുരിശിന്റെ യാത്രയിൽ യേശുവിനെ പിൻചെല്ലുവാൻ അധികം പേരുണ്ടായിരുന്നില്ല. അവന്റെ സൗഖ്യം അനുഭവിച്ചവർ, അവനോടൊത്ത് ഭക്ഷിച്ചവർ, അവനോടൊത്ത് ആനന്ദിച്ചവർ, അവരാരും തന്നെ അവന്റെ കൂടെ കുരിശുമക്കാനില്ലായിരുന്നു. യേശുവിന്റെ പിന്നാലെയുള്ള യാത്ര, കുരിശുമെന്നുകൊണ്ടുള്ള യാത്ര, പലരെയും നീ ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്.
ചില പാപത്തിന്റെ മേഖലകളെ തള്ളിപ്പറയേണ്ടി വരും. അങ്ങനെ പാപത്തിന്റെ മേഖലയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചില ചീത്ത ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ പാതയിൽ ചരിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് എന്റെ കൂടെ ആരും ഉണ്ടാകില്ല, എന്റെ കൂടെ ആരുമില്ലെങ്കിലും, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയാലും, എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞാലും, ഇല്ല എന്റെ യേശുവേ, എന്നെ അങ്ങയുടെ പിന്നാലെ ഞാൻ യാത്ര ചെയ്യുന്നു. ഈ ഒരു ബോധ്യത്തോടെ കുരിശ് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഉയർത്തിപ്പിടിച്ചിരുന്ന കുരിശിലേക്ക് നമുക്ക് നോക്കാം. എന്നിട്ട് ചേർന്ന് പാടാം. എന്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ നീങ്ങിടും, തീരുമാനം ചെയ്തു പിന്നിലേക്കും കുരിശ് ഹൃദയത്തോടെന്നവണ്ണം ചേർത്ത് വെക്കാം, കണ്ണുകളടയ്ക്കാം. ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയ വലിയൊരു സത്യമുണ്ട്. എന്റെ യേശുവേ, അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ